ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി വരുന്നുണ്ട്. ആൾക്കാരെല്ലാം പമ്പിൽ പോയി കുപ്പിയിൽ പെട്രോൾ നിറയ്ക്കും. നമുക്ക് ബേസിക്കലി അതിൽ കാണാൻ പറ്റും എത്തനോളും വെള്ളവും പെട്രോളും എല്ലാം അതിൽ മിക്സായി കിടക്കുന്നു. ഇത് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്കാണോ ലീഡ് ചെയ്യുന്നത്? മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് നിതിൻ ഗഡ്കരി, പുള്ളിയുടെ മോനാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണ എത്തനോൾ ഇൻഡസ്ട്രിയിൽ. നമ്മുടെ ഇന്ത്യ E20 ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്തു. അതെന്നാ ചെയ്തതെന്ന് സംഭവം എനിക്കറിയത്തില്ല. ബട്ട് ദെൻ അത് ചെയ്തു. അത് ഇന്ത്യ ബ്ലൈൻഡ്ലി ചെയ്തതാണോ, ഇന്ത്യക്ക് നല്ലതാണോ, കൺസ്യൂമേഴ്സിന് നല്ലതാണോ, ആർക്കാണ് ഇവിടെ ജയം, ആർക്കാണ് ഇവിടെ ലോസ്, ആ ഒരു ടോപ്പിക്കാണ്. ഇത് സംഗീത ടോപ്പിക്ക്. അപ്പോൾ സംഗീതം സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സംഭവം അറിയില്ലാത്തവർക്ക് പറയാനായിട്ട്? ഇന്ത്യയെ അത്തരം ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തതല്ല, ഇന്ത്യനെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചാണ് ഗവൺമെൻറ്. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ പമ്പിൽ കിട്ടുന്ന എല്ലാം E20 ആണ്. നമ്മുടെ കയ്യിൽ ഓപ്ഷൻ പോലും ഇല്ല E10 പർച്ചേസ് ചെയ്യാൻ. നേരത്തെ 2022 തോന്നുന്നു E10 ഫുള്ളി എല്ലാ സ്ഥലത്തും ഫിക്സ്ഡ് ആക്കിയത്. അപ്പോൾ നമുക്ക് E10 താരമുള്ള പെട്രോൾ കിട്ടത്തില്ലായിരുന്നു 2022 ശേഷം. പക്ഷേ ഇപ്പോൾ നമുക്ക് E20 താരമുള്ള പെട്രോൾ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. ഭയങ്കര റെയറായിട്ട് ചില പമ്പുകളിൽ കിട്ടും. പക്ഷേ അവിടെ റേറ്റ് 160-170 പെർ ലിറ്ററാണ്. അപ്പോൾ E20 ഇച്ചിരി ബെറ്റർ ഫോം ഓഫ് ഓയിലാണോ അതോ ഇച്ചിരി E20 എന്ന് വെച്ചാൽ 20% എത്തനോളും ബ്ലെൻഡഡ് ആയിരിക്കും, 80% പെട്രോളും ബ്ലെൻഡഡ്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ കമ്പയർഡ് ടു E10? അത് കുറച്ചുകൂടെ ചീപ്പറാണ്. പിന്നെ ചീപ്പർ ഗവൺമെന്റിന് കുറച്ചുകൂടെ ചീപ്പർ ആയിരിക്കും. പക്ഷെ കൺസ്യൂമറിന് സ്റ്റിൽ സെയിം റേറ്റിനാണ് കൊടുക്കുന്നത്. പണ്ടത്തെ സെയിം റേറ്റിന് എപ്പോഴും കൊടുക്കുന്നത്. ഇതിന് വില കുറവാണല്ലോ. ഇല്ല, അത് E85 അത് E80. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഈ എത്തനോൾ കൂടുമ്പോൾ എനിക്കൊന്ന് വില പറയുന്നുണ്ടെന്ന്. പക്ഷേ നാട്ടിലില്ല, നാട്ടിൽ സെയിം റേറ്റ്. E85 ഉണ്ട്, അതിന് 85 സംതിങ് റുപ്പിയേ ഉള്ളൂ. പക്ഷെ അതിലെത്രയാ 15% പെട്രോളും ഉള്ളൂ. എന്നിട്ട് അവരത് 85 ലിറ്ററിനാണ് കൊടുക്കും. ഇപ്പോൾ ഒത്തിരി വീഡിയോസ് ഇറങ്ങുന്നുള്ളൂ. ആൾക്കാരെല്ലാം കുപ്പി പോയി സാധനം മേടിക്കുക, എന്നിട്ട് വീഡിയോ ഇറക്കുക, കണ്ടോ ഇതിൽ ഇത്രയും വെള്ളം, ഇതിൽ വെള്ളമാ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാം. പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. എല്ലാവരും കുപ്പി മേടിച്ച് വീഡിയോ. ഇവിടുത്തെ ഇപ്പോൾ ഷെല്ലിലാണെങ്കിൽ ഈ 3 ക്വാളിറ്റി കാണിക്കുന്ന അതാണത്. അല്ലല്ല, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അത് പ്രീമിയം സംഭവം. അതില് എത്തനോൾ എല്ലാത്തിലും E25 സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അല്ല E85 ഇവിടെ E25 ഇവിടെ 85 ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റെഗുലർ ആയിട്ട് പോകുന്ന ഗ്യാസ് സ്റ്റേഷനിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്കിവിടെ കിട്ടുന്ന ക്യാൻഡേ കിട്ടുന്ന കിട്ടണ. പക്ഷെ ഇത് മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് 85% ക്രൂഡ് ഓയിൽ അവർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയും എക്കണോമി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. കാരണം ഷുഗർ കെയിൻ പോലുള്ള സാധനങ്ങളിൽ നിന്നാണ് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കത് ഒത്തിരി ഉണ്ട്, കോണ്, ഷുഗർ കെയിൻ ഉള്ള സാധനങ്ങൾ. സോ അപ്പോൾ അത് മാസ് പ്രൊഡ്യൂസ് നമ്മുടെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഫാമേഴ്സിന് നല്ലതാണ്, ഫാമേഴ്സിന് ഒത്തിരി ഇൻകം ആവും, പിന്നെ എന്തുവാണ് നമുക്ക് ഇമ്പോർട്ടും കുറയ്ക്കാം. അപ്പം അത് കുറെ കൂടെ നമുക്ക് അക്കൗണ്ടിൽ കാശ് കൂടാനും സഹായിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ റേറ്റ് കുറച്ച് കൊടുക്കണം. പക്ഷേ റേറ്റ് കുറച്ച് കഴിഞ്ഞാലും ഗുണമില്ല. കാരണം ഇത് സാധാ പെട്രോളിനെക്കാളും പെട്ടെന്ന് ഇത് കത്തിത്തീരും. അത്ര ഇതില്ല. അപ്പോൾ നമ്മൾ സാധാ പെട്രോൾ അടിക്കുമ്പോൾ വിചാരിക്കും വില കുറവ് അടിക്കുന്നത് വിചാരിക്കും. പക്ഷെ നമ്മൾ സാധാ ആഴ്ചയിൽ 2 തവണ അടിക്കുകയാണെങ്കിൽ ഇതൊരു 4 തവണ അടിക്കേണ്ടി വരും. സെയിം റേറ്റിനും ഇപ്പോൾ സെയിം റേറ്റും. അപ്പോൾ അത് ഡബിൾ ഉടായ്പും. പിന്നെ എൻ്റെ അടുത്ത് ഇത് എഞ്ചിൻ എടുക്കുക. കാരണം എഞ്ചിനാണെങ്കിൽ പ്രത്യേകം ഇതിനു വേണ്ടി ഉണ്ടാക്കണം. ഇത് എനിക്ക് 2020 വരെയുള്ള വണ്ടികളെ ഇങ്ങനെ ഇതിന് അഡാപ്റ്റ് ആയിട്ടുള്ളൂ. 2023 ശേഷമുള്ള വണ്ടി. 2001 ശേഷമുള്ള വണ്ടി. ഇപ്പൊ തന്നെ E20 2010 ഒക്കെ 2001 എല്ലാ വണ്ടികളും പറ്റും തോന്നുന്നു. E20 ഉള്ള സംഭവം 2023 തൊട്ടുള്ള അത് ലേറ്റസ്റ്റാ. അതിൽ താഴെയുള്ളതിൽ E5 E10 ഒക്കെ ഇടാൻ പറ്റും. പക്ഷേ സ്റ്റിൽ E20 2023 എന്ന് വെച്ചാൽ അത്രയും ആരുടെയിലും 2023 വണ്ടിയുള്ള എല്ലാവരുടെയിലും പഴയ വണ്ടിയുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ. പിന്നെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ 2018 താഴത്തേക്കുള്ള വണ്ടികൾക്ക് പെട്രോൾ പോലും കൊടുക്കത്തില്ല. അപ്പോൾ അത് കാരണം പിന്നെ ആൾക്കാർ പുതിയ വണ്ടി എടുക്കുന്നുണ്ട്. സ്റ്റിൽ 2023 എന്ന് പറഞ്ഞാൽ 2-2.5 വർഷം മുമ്പത്തെ വണ്ടികൾക്ക്. ഇവർ പറയുന്നത് ചില ഇതിൽ കാര്യം, അതായത് ഇപ്പോൾ ഗ്ലോബലി ഉള്ള ഓയിലിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്താലും ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, കാരണം നമുക്ക് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അധികം അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അത് വേറെ എന്തെങ്കിലും പുഷ് ചെയ്യാനാണോ, ഇനിയിപ്പോൾ അദാനി കൊണ്ട് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആൾക്കാരുടെ വിലയും കൂടെ കുറയ്ക്കണ്ടേ? അവർക്ക് ലാഭം കുറയ്ക്കണം, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് ഇംപ്ലിമെന്റ് ചെയ്യുമോന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ആണല്ലോ കുറയണമെന്നുള്ളത്. കാരണം ഇപ്പം ആലോചിക്കുക, ഇപ്പോഴത്തെ അടുത്ത ട്രെൻഡ് അത് എല്ലാവരും കുപ്പി പിടിച്ചുകൊണ്ട് പോയിട്ട് അതിൽ നിറച്ചിട്ട് വീഡിയോ ഇടുക, ഇതല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ ഫേക്ക് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആൾക്കാർ പറയണതെന്ന് വെച്ചാൽ 20% അടിയിൽ ഇങ്ങനെ ഇതായി കിടക്കുന്നത്. പക്ഷെ അത് ശരിക്കും ബ്ലെൻഡ് ആവും. അത് എത്തനോളും ഇതും ബ്ലെൻഡ് ആവുന്നതുകൊണ്ടാണ് അത് E20 ഇറക്കിയത്. അല്ലല്ല, വെള്ളവും കൂടെ ഉണ്ടെന്ന് ഇമാരെന്താ ചെയ്യുന്നതെന്ന് ചിലവന്മാര് ഒരു ഗ്ലാസ് ഷുഗർ അത് മേടിക്കും. അത് മേടിച്ചിട്ട് ഇതിലേക്ക് പെട്രോൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് വീഡിയോ ഇടും. ഇത് അടിയിൽ ഇങ്ങനെ കിടക്കുവാന്ന്. പക്ഷെ എനിക്കറിയില്ല, ഇവര് ഇപ്പം നമ്മുടെ എത്തനോളും പെട്രോളും കൂടെ ഉള്ള മിക്സ്
അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് മിക്സ് ആകത്തില്ല, അല്ല അത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. എത്തനോളിനെയും പെട്രോളിനെയും ഇതെല്ലാം തമ്മിൽ സെപ്പറേറ്റ്. അപ്പം നമുക്ക് കാണാൻ പറ്റില്ല, ലെയറായിട്ട് കിടക്കാം. വെള്ളം ഒരിടത്ത് കിടക്കും, ഇത് മറ്റടുത്ത് കിടക്കും, പെട്രോൾ തന്നെ അങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതിൽ എന്തുമാത്രം ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, എന്തുമാത്രം കോൺസെൻട്രേഷൻ സാധനം ഉണ്ട്, അങ്ങനെയൊക്കെ ആൾക്കാർ പല വാല്യൂ ചെയ്ത് ഇതിനാണോ നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നത്, ഇതിന് ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, എന്നാൽ പിന്നെ കരിമ്പിൻ ജ്യൂസ് പോയി നേരിട്ട് മേടിച്ചിട്ട് അത് ഒഴിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ പോരെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്. അതിന് 10 രൂപയുള്ളൂ ഒരു ഗ്ലാസ് ജ്യൂസിന്. അതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് റേറ്റ് കൂടിയായിരുന്നു ഇത് സംഭവം ചെയ്യാനായിട്ട്? റേറ്റ് ഒന്നും കൂടിയില്ലായിരുന്നു ഇന്ത്യയിൽ. ഈവൻ വാറ് കിടന്നപ്പോഴാണെങ്കിലും ഒരു പോലും കൂടിയില്ല. നമ്മുടെ ഇവിടെ കാനഡയിൽ വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 120 അടിച്ചുകൊണ്ടിരുന്നവർക്ക് 192 വരെയും പോയായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം $1 ഓൾമോസ്റ്റ് കൂടി. $1 എന്ന് പറഞ്ഞാൽ ഏകദേശം 70 രൂപ കൂടി. ഇന്ത്യയിൽ അപ്പോൾ 10 രൂപയാണ് കൂടിയത്. അതും വാർ തീരാറായപ്പോഴത്തേക്കും ഒരു 10 രൂപ കൂട്ടി. ഇന്ത്യ ഭയങ്കര വലിയൊരു ഹിറ്റ് എടുത്ത്, പക്ഷേ സ്റ്റിൽ ആ ഹിറ്റ് എടുക്കണമായിരുന്നു നല്ലത്. അതെയോ ഇപ്പോൾ ഇൻ കേസ് ഒരു പൈസ കൂട്ടുമായിരുന്നെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നല്ല സാധനം കൊടുക്കുക. ഇതിപ്പോൾ E20 ആക്കി അവർ, പക്ഷേ സ്റ്റിൽ പെട്രോളിന് റേറ്റ് കുറച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് ഉണ്ടായ ലോസ് അവർ ഇതിൽ നിന്ന് റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവർ E20 സെയിം റേറ്റിന് കൊടുക്കുമ്പോൾ അവർ അതിൽ നിന്ന് ആ പ്രോഫിറ്റ് തിരിച്ച് വലിക്കുക, ഇവർ ഇത്രയും നാൾ പോയ ലോസിന്. പക്ഷെ അതിനെക്കാട്ടും നല്ല എനിക്ക് തോന്നുന്നത് കാനഡ പോലത്തെ രാജ്യങ്ങൾ ചെയ്യുന്നതാണ്. റേറ്റ് കൂട്ടിയാലും ആൾക്കാർക്ക് വേണ്ട സാധനം കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ ഇവർക്ക് എഞ്ചിനൊക്കെ കേടായി കഴിഞ്ഞാൽ എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് സ്കാമല്ലേ ചെയ്യുന്നത്. കാരണം പാവപ്പെട്ടവർ എന്തായാലും 2023 കൂടിയ വണ്ടി ഒരിക്കലും മേടിക്കത്തില്ല, അതേ പഴയ വണ്ടിയാണ്. പാവപ്പെട്ടവരെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. പൊളിറ്റീഷ്യൻസ് എല്ലാവരും ഇത് ലോഞ്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും 2025, 2026 ഫോർച്യൂണർ അവർ ഡീസൽ വണ്ടി എടുക്കത്തുള്ളൂ, പെട്രോൾ വണ്ടി ആരും എടുക്കത്തില്ല, പുതിയ വണ്ടിയായിരിക്കും എല്ലാവരുടെ. പാവപ്പെട്ടവരാണ് ഇങ്ങനെ ചീപ്പായിട്ടുള്ള പെട്രോൾ വണ്ടിയൊക്കെ പണ്ടത്തെ ഓടിക്കുന്നത്. അവർക്ക് ഓപ്ഷൻ അറ്റ്ലീസ്റ്റ് ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ കൊടുക്കുക എന്നാണ്. ഈ E10 മേടിക്കാനുള്ള അത് ഓപ്ഷൻ പോലും കൊടുക്കുന്നില്ല. കംപ്ലീറ്റ്ലി E20 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷോക്കാണ്. എസ്പെഷ്യലി UAE പോലത്തെ രാജ്യങ്ങളിലൊക്കെ E0 കൊടുക്കുന്നത്. അവിടെ 0 ബ്ലെൻഡിങ്ങാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഷോക്കാണ്. പക്ഷേ ആൾക്കാർ സ്റ്റിൽ, ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ്. ആൾക്കാർ മലയാളീസ് ആരും ഒന്നും പറയുന്നില്ല ഇതിനെപ്പറ്റി. ഇത് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് ഇതിനെപ്പറ്റി ഒരു പ്രൊട്ടസ്റ്റോ, ഇപ്പോൾ നീറ്റൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്, എഗ്രിബിൾ. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഇത് പറയുവാണെങ്കിൽ നമ്മളിത് ഓക്കെ നാളെ തൊട്ട് ഇത് മേടിച്ചോളാം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ മേടിക്കുക. ആ സംഭവം അല്ലാണ്ട് ഇതിനെപ്പറ്റി ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. മറ്റവർ പോയി സത്യാഗ്രഹം നടക്കുന്നത് അതിനാണോ? കോക്രോച്ച് ഇല്ല, കോക്രോച്ച് അവര് നീറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നീറ്റിന് വേണ്ടിയാ. അപ്പോൾ പുള്ളിയുടെ റാലിയിൽ ആൾക്കാർ വരുന്നില്ല എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ എന്തായാലും വരത്തില്ല. അതിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാൾ മാത്രം നടത്തുന്ന ഒരു സംഭവം, അവിടെ എങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്നത്. പക്ഷേ സ്റ്റിൽ ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. ഒരു പുള്ളി ഒരു സയൻറ്റിസ്റ്റ് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്, ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ടിൽ ഡെത്ത്, മരിക്കുന്നവരെ. ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ഇവൻ പുള്ളിയുടെ സപ്പോർട്ട് ചെയ്തിട്ട് പുള്ളിയുടെ അടുത്തിരുന്ന് ഇവൻ ബജ്ജി കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇവന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അവന് ഹങ്കർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റേ പുള്ളി വെള്ളം മാത്രം കുടിക്കും. എന്നിട്ട് ഈ ബി ജെ പി ഇതൊക്കെ ലീക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ കുറേ പേര് വട്ടം ഇരുന്നിട്ട് ഈ സ്ട്രൈക്കിന് വരുന്നവർ, അതായത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരൊക്കെ കളിയാക്കുന്ന ഒരു വീഡിയോ. അയാളുടെ മുഖം കണ്ടായിരുന്നു, അയാൾ എന്തോന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നിട്ട് ഇവർ വട്ടത്തിൽ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് കൂട്ടുകാരിരുന്നിട്ട് ഇങ്ങനെയുള്ള വരുന്ന ആൾക്കാരെ കളിയാക്കുക. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് കണ്ടോ, ഇവൻ്റെ സ്ട്രൈക്കിന് പോകുന്നവരെ ഇവരിതാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് BJP ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനോർത്ത അവർ ചിലപ്പോൾ പെട്രോളിൻ്റെ പ്രശ്നത്തിനായിരിക്കും. രാഹുൽ ഗാന്ധിയും റിയാക്ട് ഒന്നും ചെയ്തില്ല, പുള്ളി വീഡിയോ ഇട്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ, ആരും ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആകും, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ചെയ്യാം. അപ്പോൾ കോൺഗ്രസ് പറയില്ല നമ്മുടെ കേരളത്തിൽ നമ്മളിത് വെക്കാൻ സമ്മതിക്കത്തില്ല, നമുക്ക് E10 തന്നെ വേണമെന്ന് പറഞ്ഞാൽ. കാരണം കേരളത്തിൽ ഓൾറെഡി BJP സ്റ്റേറ്റ്സിനെക്കാട്ടും 10 രൂപ കൂട്ടിയാണ് പെട്രോൾ വിൽക്കണേ. അപ്പോൾ അവർ വേണമെങ്കിൽ പറയാം 10 രൂപ നമ്മൾ എന്തായാലും കൂടുതൽ മേടിക്കണല്ലേ, നമ്മുടെ ഓഡിയൻസിന് നമ്മൾ E10 കൊടുക്കത്തുള്ളൂ. പക്ഷേ കേരളം പോലും അത് ചെയ്യുന്നില്ല എന്നുള്ള ഭയങ്കര ഇതാണ്. കോൺഗ്രസ് ആണ് നമ്മൾ BJPയുടെ ഇതിനെ ഇത്ര ഇത് ചെയ്യുന്ന ആൾക്കാരാണ്, എല്ലാ സംഭവം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് അങ്ങനെ ഡൗട്ട് ചോദിച്ചോട്ടെ, അതായത് ഗവൺമെൻറ് ഓയില് ഇതുപോലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് സപ്ലൈ ചെയ്യും, അവർ അതിനെ കൺവേർട്ട് ചെയ്ത് ഗ്യാസ് സ്റ്റേഷനിൽ വിൽക്കും, മാനുഫാക്ചർ ചെയ്തോ അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്തോ റിഫൈനറി. അതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിസ്റ്റം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവന്മാരെയൊക്കെ അല്ലേ, ആ റിലയൻസ്, ഇപ്പം മുകേഷ് അംബാനിനെയും. ഇതിൽ ഒരു അവർക്കാണല്ലോ പ്യുവർ ആയിട്ടുള്ള സാധനം കിട്ടും, അതിലോട്ടാണല്ലോ ബ്ലെൻഡ് ആഡ് ചെയ്യുന്നത്.
ഇതിൽ അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് ഇതിന്റെ ബാക്കിൽ. എത്തനോളിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഭയങ്കര വലിയൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഇല്ല എത്തനോള് നമ്മുടെ അവിടെ പണ്ട് തൊട്ടേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ മേജറായിട്ടൊരു പുള്ളി വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഇത് ക്ലോസ് റിലേറ്റീവാണ് ഒരു BJP ഒരാളുടെ. അപ്പോൾ അത് കാരണമാണ് ആ പുള്ളി തന്നെയാണ് ഇതും ലോഞ്ച് ചെയ്തേക്കുന്നത്, E85. E85ഉം പുള്ളിയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അത് സ്വന്തം ഒരു ഇതിനു വേണ്ടി ആൾക്കാരുടെ എഞ്ചിൻ കളയുന്നതാന്നുള്ളൊരു ഇതുകൊണ്ട് വരുന്നുണ്ട്. എഞ്ചിൻ അടിച്ചു പോകുന്ന ഇതുവരെ എനിക്ക് അടിച്ചു പോകത്തില്ല, പക്ഷെ സെയിം പ്രൈസിന് അത് ഡാമേജ് ആവും, എഞ്ചിൻ ഡാമേജ്. അവര് പറയുന്നത് ഓക്കെ മൈലേജിന് ഒരു ചെറിയ റിഡക്ഷൻ ഉണ്ടാവും, ഇത് ഓട്ടോമാറ്റിക്കലി അതാവും. എഞ്ചിൻ ഡാമേജ് ആവും, കാരണം അത് സാധാ ഗ്യാസും പെട്രോളും എത്തനോൾ ബ്ലെൻഡും കൂടെ ലൈക്ക് എഞ്ചിനകത്തിട്ട് കത്തിക്കുന്നതിൻ്റെ പ്രോസസ്സൊക്കെ വേറെ. അപ്പം കമ്പോണൻസിനൊക്കെ ഇത് വരും, തകരാറ് വരും. അപ്പോൾ എന്തായാലും ഡാമേജ് ഉണ്ടാവും, മൈലേജിൽ മാത്രമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും അറിയില്ലല്ലോ നമുക്ക് തരുന്ന സാധനങ്ങൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്താണോ തരുന്നുള്ള കാര്യം. ഓൾറെഡി കിട്ടുന്നതില്ലേ ഇപ്പോൾ ഒത്തിരി അലിഗേഷൻസ് വരുന്നുണ്ട് പമ്പുകളെ കുറിച്ചും പെട്രോളിനെ കുറിച്ചൊക്കെ. നമുക്ക് കറക്റ്റ് പെട്രോൾ നല്ല കിട്ടുന്നത് ഓൾറെഡി നമ്മുടെ വണ്ടിക്ക് ഇതായിരിക്കും നമ്മളിപ്പോൾ പഠിച്ചിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്, നമ്മളറിയുന്നില്ല. അപ്പോഴത്തേക്കായിരിക്കും ഇവർ ചിലപ്പോൾ ഇതുപോലെ ഒരു റൂള് ഗവൺമെൻറ് അങ്ങ് കൊണ്ടുവന്നത്, അതിന് എങ്ങോട്ട് 85 തരാമെന്ന് പറഞ്ഞിട്ട്. അവർ ചിലപ്പോൾ ഇതുവരെ 85 ഒക്കെ തന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി 100% എത്തനോളൊക്കെ ആയിരിക്കും തരുന്നത് ചിലപ്പോൾ. ഇനി തൊട്ട് 100% ഒക്കെ ആയിരിക്കും തരുന്നത്. അതാ പറയുക, ഇനി തൊട്ട് 100% ഷുഗർ കെയിൻ ജ്യൂസ് ആയിരിക്കും. പക്ഷേ വണ്ടി ഓടുന്നുണ്ടെങ്കിൽ ലാഭമല്ലേ? ഏതാണോ പക്ഷെ വണ്ടി ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈസ സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ കാര്യമില്ല. ഇല്ല ഇപ്പോൾ അതെ എത്തനോളിൽ മാത്രം ഓടാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം, പക്ഷേ അതിനനുസരിച്ച് പൈസയും കൂടെ കുറയ്ക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, ഓൾറെഡി ഇതുപോലുള്ള നമ്മുടെ ഓയിൽ സപ്ലൈ ചെയ്യുന്ന അവർ അംബാനിയൊക്കെ ഉടപ്പാട് ഉടായ്പ കാണിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അംബാനി തന്നെ വേണമെന്നില്ല. ഇപ്പൊ ഇന്ത്യൻ ഓയിലിനെതിരെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഓയിലൊക്കെ സപ്ലൈ ചെയ്യുന്നല്ലോ, റിഫൈൻ ചെയ്യുന്ന റിലയൻസ് അല്ലേ? റിലയൻസ് എനിക്ക് അതാ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല. ഞാനറിയിക്കുന്നു ഇവര് വേണമെങ്കിൽ ഓൾറെഡി നമുക്ക് ഇതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് E85 തന്ന് ഓൾറെഡി ഇവരുടെ ഡേറ്റ ഉണ്ടാവും മിക്കവാറും. നമ്മൾ ഓടിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ടാകും കുറേ, നമ്മളറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇപ്പോൾ BJPയുടെ റിലേറ്റീവിൻ്റെ മോൻ വന്നിട്ട് ഇതങ്ങ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് അവരുടെ ഡാറ്റ ഉണ്ട് ഓൾറെഡി. ഓക്കെ, വണ്ടി ഇത്ര നാളൊക്കെ ഓടും, മിനിമം ഒരാൾ ഇത്ര കൊല്ലത്തിൽ വണ്ടി മാറും, ആ സമയം കൊണ്ട് എഞ്ചിൻ അടിച്ച് പോകത്തുള്ളൂ എന്നുള്ളൊരു സാധനമൊക്കെ അവരുടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാമല്ലോ, അവർക്ക് പറയുകയും ചെയ്യാം. കുറച്ച് മൈലേജിനെ ബാധിക്കത്തുള്ളൂ. അതിപ്പം നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചാൽ നമ്മൾ 20 മൈലേജ് കിട്ടുമെന്ന് ഓർത്ത് മേടിച്ച് കഴിയുമ്പോൾ അത് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ 15 കിട്ടത്തുള്ളൂ. അതൊക്കെ അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു വരുന്ന സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രിക്കിലേക്ക് ബേസിക്കലി അങ്ങോട്ടാണ് ഇത് കറങ്ങി വരുന്നത്. ഇലക്ട്രിക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ എലോൺ മസ്ക് പുള്ളി എനിക്കൊന്ന് ഇവിടത്തെ ആണെങ്കിലും ടെസ്ലയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനി ഇലക്ട്രിക് ഇറക്കിയാലും ടെസ്ലയുടെ ഇത് വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. എങ്ങനെ? ടെസ്ലയുടെ ചാർജർ, കാരണം ടെസ്ലയാണ് എല്ലായിടത്തും ചാർജർ അവർ ഓൾറെഡി കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏത് കമ്പനി ഫ്യൂച്ചർ ചെയ്യുമ്പോൾ അവർക്കാണെങ്കിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്വന്തം ഇത് കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവർക്ക് ടെസ്ലയ്ക്ക് ഒരു ചെറിയൊരു ശതമാനം കൊടുത്താൽ ടെസ്ല അവരുടെ ഇത് ഉപയോഗിക്കാൻ തരും. പക്ഷെ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എത്ര കമ്പനികൾ വന്നാലും പുള്ളിക്കായിരിക്കും മോണോപ്പൊളിക്കാർ, പുള്ളി അത്രയും പമ്പുകൾ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് പമ്പുകൾ ടെസ്ല ആയിരിക്കും മേജർ സംഭവം. ഇപ്പോഴും ഉണ്ട് എനിക്ക് തോന്നുന്നു. ഈവൻ ടെസ്ലയിലൊക്കെ ജസ്റ്റ് ടെസ്ലയോട് പറഞ്ഞാൽ മതി അടുത്തുള്ള പമ്പിലോട്ടൊന്ന് കൊണ്ടുപോകാമെന്ന്, തന്നെ വണ്ടി ഓടിച്ച് കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ ഒരു സാധനമൊക്കെ ഈ ബാക്കിയുള്ള വണ്ടികളുടെയും ഡേറ്റ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ പുള്ളിക്ക് അത്രയും ഡേറ്റയും കൂടെ ആയല്ലോ. അതായത് ഏത് വണ്ടി ഏത് സമയത്ത് എവിടെ പോയി, ഏത് മെയ്ഡിന്റെ വണ്ടി, അതിപ്പോൾ കിട്ടാൻ പാടാൻ ഇപ്പോഴും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എല്ലാ വണ്ടിക്കും ചെയ്യാൻ കമ്പാക്റ്റബിൾ ആണെന്നുള്ളൊരു സാധനം വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം എക്സ്ട്രാ ഡാറ്റ വരാൻ പോകുന്നത്. ഏതൊക്കെ വണ്ടി ഉപയോഗിക്കുക, ഏതൊക്കെ വണ്ടി ഏത് സമയത്ത് എപ്പോൾ പോയി അടിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും ഒരുമിച്ച് നിർത്തണമെങ്കിൽ ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ പറ്റും. എഞ്ചിനാണെങ്കിൽ ആൾക്കാർക്ക് ഓടി രക്ഷപ്പെടാം. ഇത് ചാർജ് ചെയ്യാനായിട്ട് എനിക്കൊന്ന് ഒന്ന് വീട്ടിൽ കുത്തിയിടാൻ പറ്റും, പിന്നെ ഒന്ന് ഇതുപോലെ സ്റ്റേഷനിൽ കൊണ്ടേ കുത്തിയിടാൻ പറ്റും. സ്റ്റേഷനിൽ ഓഫ് ചെയ്താൽ മതിയല്ലോ. പുറത്തോട്ടിറങ്ങാൻ എങ്ങനെ പറ്റുന്നത്? ഒരു ഇത്ര കിലോമീറ്റർ അത് ഓടുള്ളൂ, പിന്നെ കുത്തണമെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് കുത്തണം. പക്ഷെ അതെപ്പോൾ പമ്പ് ഓഫ് ചെയ്തല്ലോ ആൾക്കാർക്ക്, പമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയല്ലോ. അത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് മാത്രം പറ്റുമെന്ന്. ഇത് ഇലക്ട്രിക് ആണല്ലോ. അതിൽ സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എലോൺ മസ്ക് അവിടെ നിന്ന് സ്വിച്ച് നോക്കുമ്പോഴത്തേനും എല്ലാ വണ്ടിയും നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എലോൺ മസ്കിൻ്റെ റോബോട്ടുകൾ വന്ന് ആൾക്കാർ പുഷിട്ട് പോകുമെന്ന് അറിയത്തില്ല. അതും ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഭയങ്കര. അതൊന്നും ടെസ്ലയൊക്കെ തന്നെ ഓടുന്നത്, എപ്പോൾ വേണോ സ്റ്റോപ്പ് ചെയ്യിക്കാം. ഇല്ലെങ്കിൽ എല്ലാം ഓടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ അടുത്ത് കൊണ്ട് നിർത്തുന്നുണ്ട്. അത് വല്ല ഗോഡൗണിലോട്ടോ കൊണ്ടുവന്നെങ്കിലോ പുള്ളിയുടെ മറ്റേ ന്യൂറലിങ്ക് ടെസ്റ്റ് ചെയ്യുന്ന വണ്ടി എല്ലാവരും ഓടിച്ചു. സോ അപ്പോൾ അതാണത്. അപ്പോൾ എലോൺ മസ്കിനെ പുള്ളി ചെയ്യുന്നതൊക്കെ അതാണെന്ന് പറയുന്ന ആൾക്കാർ കമൻറ്റ് പറഞ്ഞറിയിക്കുക. മോദിജിയുടെ E20 ബൈ ദ വേ രാഹുൽ ഗാന്ധി റിയാക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് ഇത് തന്നെയാണ്, പുള്ളി സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തു. എൻജിൻ ഡാമേജ്, മൈലേജ് പ്രശ്നം ഉണ്ടാവും, പിന്നെ വാട്ടർ ക്രൈസിസ് ഉണ്ടാവും പുള്ളി പറഞ്ഞു. പക്ഷെ പുള്ളി അത് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എന്താ ഇത്
E10 സ്റ്റിൽ സപ്ലൈ ചെയ്യാത്ത പുള്ളി ഇപ്പോൾ ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊന്നും ഇതിലൊക്കെ ഒരൊറ്റ റൂളാന്ന് തോന്നുന്നു, അതങ്ങനെ പക്ഷെ അങ്ങനെ പ്രൈസും വ്യത്യാസമുണ്ടല്ലോ. 10 രൂപ കൂട്ടി ഇപ്പോൾ കേരളം ഓൾറെഡി വിൽക്കുന്നുണ്ട്. ഇപ്പോൾ സെയിം സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇപ്പോൾ 10 രൂപ കൂട്ടേണ്ട കാര്യം. കേരളം മാത്രം എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് വേറെ ക്വസ്റ്റ്യൻ. സെൻട്രൽ ഗവൺമെന്റ് ഇതല്ലേ അത്. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ പ്രൈസ് സെയിം ആയിരിക്കണ്ടേ. എനിക്കിപ്പോ തോന്നുന്നുണ്ട് നീ പറഞ്ഞ പോലെ അവരാ എടുത്ത ഹിറ്റ് എല്ലാം കൂടെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കളിയാ. വൺസ് അതൊന്നും കുറച്ചായി കഴിയുമ്പോൾ ചിലപ്പോൾ കുറയ്ക്കുമായിരിക്കും. കാരണം ഇപ്പൊ ഓൾറെഡി അവിടെ ഇതെല്ലാം തുറന്നല്ലോ, റേറ്റ് എല്ലാം തുറന്നു. ഒന്ന് ലെവൽ തുറന്നിട്ട് അടച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ തുറന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും റേറ്റ് കൂടി. 185 വീണ്ടും ഇപ്പൊ കൂടി. ഇന്ന് 160 ആയിരുന്നു. 160 അത് ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കും. ഗ്യാസ് അടിക്കുമ്പോൾ നോക്കാറില്ല, ഞാൻ ചുമ്മാ കയറുന്നു അടിക്കുന്നു. എന്തായാലും ആകെ വണ്ടിയുടെ റേഞ്ച് മാത്രം മാറുന്ന ഇടയ്ക്ക് നോക്കും. പണ്ടൊക്കെ 60 അടിച്ചു കഴിഞ്ഞാൽ സമയമെങ്കിലും നോക്കണം, സമയം നോക്കണില്ലേ ഈ പ്രശ്നം വരും. അത് സമയം ഇവിടെ രാത്രി 7 മണി കഴിയുമ്പോൾ ഇവിടെ ചീപ്പാവും. പെട്രോൾ മാത്രം ഒരു 11 മണിയാകുമ്പോഴത്തേനും കൂടുന്നത്. രാവിലെ 12 മണിക്കാണ് കൂടുന്നത്. എക്സാക്ട് 12 മണിയാകുമ്പോൾ റേറ്റ് കൂടും. പിന്നെ രാവിലെ ഫുള്ള് റേറ്റ് കൂടുതലായിരിക്കും. എക്സാക്ട് 7 മണി അല്ലെങ്കിൽ 8 മണി. ചില പമ്പിൽ 8 മണി, ചില പമ്പിന് 7 ഇവിടെ വൈകിട്ട് 7 മണിയാകുമ്പോൾ റേറ്റ് കുറയും. ആൾക്കാർ വർക്കിന് പോയിട്ടും തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര റേറ്റ്. രാവിലെയും ഭയങ്കര 10 സെന്റ് വ്യത്യാസം വരും. 10 സെന്റ് പെർ ലിറ്റർ. പിന്നെ ഇതില് ഞാൻ ഉദ്ദേശിച്ച മറ്റേ ആളുടെ പേര് എനിക്ക് കിട്ടി. പുള്ളിയുടെ പേര് നിതിൻ ഗഡ്കരി. പുള്ളിയാണ് ഗഡ്കരി കാണുന്നുണ്ടെങ്കിൽ. പുള്ളി BJP-യുടെ ബന്ധുവൊന്നുമല്ല, BJP ആള്. BJP-യുടെ പാർട്ടിയുടെ ഭയങ്കര വലിയൊരു ലീഡറാ പുള്ളി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കൊരു കമ്പനി തന്നെയുണ്ട് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടിപൊളി. പുള്ളിക്കൊരു കമ്പനി തന്നെയുണ്ട്. അപ്പോൾ ഭയങ്കര ഒബ്വിയസ് ആണ് പുള്ളി ഇത് എന്തിനാ ചെയ്യുന്നതെന്ന്. എന്നിട്ടും ആൾക്കാർ ഇതിലേറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കുന്ന പുള്ളിയാണ്. പുള്ളി ഇപ്പോൾ E85 വണ്ടികൾ ഇറങ്ങി തുടങ്ങി. നമ്മുടെ വാഗണാർ അങ്ങനത്തെ ചെറിയ വണ്ടികൾ വരെ ഇപ്പോൾ കേപ്പബിൾ ആണ്. E85 ഇട്ടാൽ മതി. അതിനാണ് ഈ പൈസയും കുറവ്. എത്രയാ, എനിക്കൊന്ന് 85 രൂപയേ ഉള്ളൂ പെർ ലിറ്റർ. അപ്പോൾ പാവപ്പെട്ടവരൊക്കെ അത് മേടിച്ചു തുടങ്ങും. മേടിച്ചിട്ട് 1 വർഷം കഴിയുമ്പോൾ വണ്ടി അടിച്ചു പോകും, എഞ്ചിന് സീസായി പോവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്ര ഒബ്വിയസ് ആയിട്ടുള്ളൊരു സംഭവത്തിന് എനിക്ക് തോന്നുന്ന ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യണം. അത്